ഇന്നുള്ള മുഴുവൻ വിപത്തിന്റെയും കാരണം അല്ലാഹു തആലയെ മനസ്സിലാക്കാൻ പഠിക്കാൻ മാനവ സമൂഹം സന്നദ്ധരല്ലാത്തതുകൊണ്ടാണ്. പലരും അല്ലാഹു തആലയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നത് ഖേദകരമായ ഒരു സംഭവമാണ്. ഈ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചു, വസ്തുക്കളെ സൃഷ്ടിച്ചു. ആദ്യം ഇവിടെ ഒന്നും ഇല്ല. അല്ലാഹു മൗജൂദുൽ ഖദീമുൽ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ലിത്ലാഖി. നേരത്തെ അല്ലാഹു തആല മാത്രമാണുള്ളത്. അവന്റെ കൂടെ ഒന്നും വേറെ ഇല്ല. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമപ്രകാരം പല വസ്തുക്കളെയും ലോകത്ത് സൃഷ്ടിച്ചു. നിർജീവികളായ വസ്തുക്കളുണ്ട്, സസ്യങ്ങളുണ്ട്, ജീവികളുണ്ട്, അതിൽ തന്നെ മലായിക്കത്തുകളും ജിന്നുകളും ഉണ്ട്, മനുഷ്യന്മാരും ഉണ്ട്. ഈ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വാക്ക് നാം മനസ്സിലാക്കാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. എന്താണ് അല്ലാഹു പറഞ്ഞത്? വലഖദ് കറംനാ ബനി ആദം. ആദം നബി അലൈഹിസ്സലാമിനെയും സന്താനങ്ങളെയും നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എത്തൊരു പവറാണ്, അഭിമാനമാണിത്. ലോകത്ത് പലരും പലരും ബഹുമാനിക്കാറുണ്ട്, പലതിനെയും ബഹുമാനിക്കാറുണ്ട്. നാം നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ ബഹുമാനിക്കണം. വയസ്സിൽ മൂത്ത ആളുകളെ ബഹുമാനിക്കണം. അനുജന്മാരെ ജ്യേഷ്ഠന്മാരെ ബഹുമാനിക്കണം. ഉസ്താദന്മാരെ ശിഷ്യന്മാരെ ബഹുമാനിക്കുന്നുണ്ട്. ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ആരിഫീങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനെയും പള്ളിയെയും ഇൽമിനെയും ബാധ്യതയും ബഹുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വസ്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികൾ ബഹുമാനിക്കുന്നുണ്ട്. ഇവിടെ അല്ലാഹു പറഞ്ഞിട്ട് വലഖദ് കറംനാ ബനി ആദം. സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തെ ബഹുമാനിച്ചിരിക്കുന്നുവെന്നാണ്. നമ്മുടെ അഭിമാനമാണ്, പവറാണ്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടാവ്. അവനിക്കാണ് നമ്മൾ ആരാധിക്കുന്നത്, അവന്റെ ആജ്ഞകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹു ബഹുമാനിച്ചൊരു വിഭാഗം ഈ ലോകത്തുണ്ടെങ്കിൽ അത് മനുഷ്യന്മാരാണ്. കേവലം ഒരു പ്രയോഗം അല്ല അത്. കാരണ സഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. വഹബല്ലാഹു ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനത് തയ്യിബാത്ത്. ഈ ലോകത്തിൽ മനുഷ്യന്മാരെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്മാർക്ക് ആവശ്യമായ മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചു തയ്യാറാക്കി വെച്ചു. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമി മാത്രമല്ല, ഭൂമിയിലുള്ളതും പ്രപഞ്ചമായ സകലം മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു തആലക്ക് നമ്മളുള്ള സ്നേഹം നോക്ക് നിങ്ങൾ. മാനവ സമൂഹത്തിന് വേണ്ടിയാണ് മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. മനുഷ്യന്റെ പുരോഗതിക്ക് അനിവാര്യമായ ഒരു കാര്യമാണ് യാത്ര. യാത്ര ചെയ്യാത്ത ഒറ്റ മനുഷ്യരുമുണ്ടാകില്ല. ചിലർ ചെറിയ യാത്ര, ചിലർ വലിയ യാത്ര. യാത്ര മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യാത്രകളിലൂടെയാണ് മനുഷ്യന്മാർ പല നേട്ടങ്ങളും കൊയ്തെടുക്കുന്നത്. ഈ മർക്കസ് സഖാഫത്തുൽ സുന്നിയ്യ ഇവിടെ നിലനിൽക്കുന്നതും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്.
ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗതി ഈ ഇന്ത്യന്റെ ഭരണാധികാരികൾ യാത്ര ചെയ്തിട്ടാണ്. ലോകത്തിന്റെ നിലനിൽപ്പിന് യാത്ര അനിവാര്യമാണ്. ഓരോ വ്യക്തികളുടെയും വിജയത്തിന്റെ യാത്ര അനിവാര്യമാണ്. അല്ലാഹു വഹബല്ലാഹും ഫിൽ ബർരി വൽ ബഹർ. ഈ മാനവ സമൂഹത്തിനെ ഇവരെ സൃഷ്ടിച്ചപ്പോ അവർക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ വസ്തുക്കളെ നേരത്തെ അല്ലാഹു തയ്യാറാക്കി വെച്ചു. നമ്മൾ വന്ന് ഉണ്ടാക്കിയത് അല്ല. മനുഷ്യൻ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ വസ്തുക്കൾ അല്ലാഹു തആല സൃഷ്ടിച്ചു. വൽ ഖൈല വൽ ബിഗാല വൽ ഹബീർ ലിതർകബൂഹാ ഹുദീലത്തൻ വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അല്ലാഹു തആല പറഞ്ഞു, ചെറിയ രീതിയിൽ ഒട്ടകങ്ങളും കുതിരകളും കഴുതകളും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തയ്യാറാക്കി. ആദം നബി അലൈഹി സ്വലാം വന്നതിന് ശേഷം ആദം നബി അലൈഹി സ്വലാം ഉണ്ടാക്കുന്നതല്ല. നേരത്തെ തന്നെ യാത്ര ചെയ്യാൻ ആവശ്യമായത് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുക. നോക്ക്, നിങ്ങൾ മനുഷ്യനെ ആദരിച്ച അല്ലാഹു, മനുഷ്യർക്ക് വേണ്ടി ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അല്ലാഹു, മനുഷ്യന്റെ പുരോഗതിക്ക് ആവശ്യമായ ഒന്നാണ് യാത്ര. അതിന് ആവശ്യമായ വസ്തുക്കളെ പോലും അല്ലാഹു നേരത്തെ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുക. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഇനിയും ഒരുപാട് വാഹനങ്ങൾ, നിങ്ങളെ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും സൃഷ്ടിക്കും. നൂഹ് നബി അലൈഹി സ്വലാം കപ്പൽ പിന്നീട് സൃഷ്ടിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമിനോട് അൽസ്നയിൽ ഫുൽക ബിഅയ്യുനിനാ വവഹ്യിനാ, എങ്ങനെയാണ് കപ്പലുണ്ടാക്കേണ്ടത്, നമ്മളതിന്റെ വിവരം നിങ്ങൾക്ക് നൽകും, നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, എവിടെങ്കിലും തകരാറ് സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ആ കപ്പൽ നിങ്ങൾ നിർമ്മിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടു. അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അല്ലാഹു നൽകി. അങ്ങനെ ലോകത്ത് പരിഷ്കരിച്ച കാലഘട്ടത്തിൽ ആവശ്യമായ ഉപകരണങ്ങൾ മുഴുവനും ആ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കഴിവുകൊണ്ട് മനുഷ്യന്മാർ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് അത് കണ്ടുപഠിച്ചതിന്റെ ശേഷം ഞാൻ പലതും മനുഷ്യന് അല്ലാഹു തആല ചെയ്യുന്ന ഗുണം നാം മനസ്സിലാക്കണം. പലരും അല്ലാഹു തആല ക്രൂരനാണെന്നോ നരകത്തിലിട്ട് ശിക്ഷിക്കുക മാത്രമാണെന്നോ ചിന്തിച്ചവരാണ്. രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോ എന്നെ അല്ലാഹു എന്തിന് ഈ രൂപത്തിൽ ശിക്ഷിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. അല്ലാഹു തആലയുടെ റഹ്മത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാറില്ല. അല്ലാഹു നമുക്ക് ചെയ്ത ഗുണങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. മനുഷ്യന് വേണ്ടി ഈ ഹലക്കലക്കും ബാധികളെ ജമിയ മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. വറസഖനാഹും മിനത് തയ്യിബാത്ത്. മാത്രമല്ല ആദം നബി അലൈഹി സ്വലാം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ മാനവ സമൂഹം ഇവിടെ ഉണ്ടാകുമ്പോ അവർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ സാധനങ്ങൾ, സസ്യങ്ങള്, ഫലവർഗങ്ങള്, ധാന്യങ്ങള്, പച്ചക്കറികള് എല്ലാം അല്ലാഹു തആല തയ്യാറാക്കി വെച്ചു. ഒരു പുതിയാപ്പിളനെ വീട്ടിലേക്ക് സൽക്കരിക്കുമ്പോ അയാൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ആവശ്യമായ വസ്തുക്കൾ മുഴുവനും ആ പുതിയാപ്പിളനെ സ്നേഹിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് തയ്യാറാക്കി വിശപ്പുറത്ത് നൽകി വെക്കുന്നത് പോലെ നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ മുഴുവനും അല്ലാഹു തആല ഇവിടെ തയ്യാറാക്കി വെച്ചു. അതിന്റെ ശേഷമാണ് അല്ലാഹു തആല നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിക്കുന്നത്. ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗം പരിശോധിച്ചാൽ ഈ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പവറും അല്ലാഹു തആല ഇഷ്ടദാസന്മാരായ മലായിക്കത്തിന് പോലും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഇബാദുൽ മുക്രമൂൻ لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹു തആലയുടെ ഇഷ്ടദാസന്മാരാണ് മലായിക്കത്തുകൾ. റബ്ബിന്റെ കൽപ്പന 100% പാലിക്കുന്ന വിഭാഗം. അവരെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയാൻ നമുക്ക് സുന്നത്താ. വലിയ പവറുള്ള ആളുകൾ തന്നെയാ. അത്ര പവറുള്ളവരെ ഓർക്കാനില്ല.
അല്ലാഹു തആലയും ദാസന്മാരെയും ഇടയിലുള്ള വാസിത്തകളെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന വാസിത്ത മലൈക്കത്തുകളാകുന്നുവെന്നാണ് ബഹുമാനപ്പെട്ട മുസ്ലിം തങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഫറത്തിൻ എന്ന പദം വളരെ മഹത്വമുള്ള, വളരെ മഹത്വം കുറിക്കുന്ന ഒരു പദമാണെങ്കിലും ഈ പദം മലൈക്കത്തിനെ സംബന്ധിച്ചല്ലാതെ മറ്റ് പലരും അതിന്റെ ഇടയിൽ വാസിത്ത ഉണ്ടെങ്കിൽ തന്നെയും ആ വാസിത്തക്ക് പ്രയോഗിച്ചുകൂടാ എന്നാണ് ബഹുമാനപ്പെട്ട മുസ്ലിം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്രയും മഹത്വമുള്ളവരാണ് മലായിക്കത്ത്. അമ്പിയാക്കന്മാരെയും അല്ലാഹുവിനിടയിലുള്ള വാസിത്ത വഹി അവരല്ലേ കൊണ്ട് പോയി കൊടുക്കുന്നത്. ഇത്രയും വലിയ വാസിത്ത വേറെ എന്താ ഉള്ളത്? മാധ്യമങ്ങൾ വേറെ ഏതാണുള്ളത്? പക്ഷേ മലായിക്കത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാമിനെ ചിന്തിച്ചിട്ടില്ല. ഫഇദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. അല്ലാഹു ആദം നബിയെയും മക്കളെയും ബഹുമാനിച്ചു. അവർക്ക് ആവശ്യമായത് മുഴുവനും അല്ലാഹുവിനെ സൃഷ്ടിച്ചു. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. അവരുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ തക്ക രീതിയിലാണ് ഈ വസ്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിച്ചിട്ടുള്ളത്. വസഖറ ലക്കുമുൽ ബഹറ ലിതജ്രിയ ഫുൽകും ബിഅംരിഹി. വാഹനം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ആ വാഹനങ്ങൾക്ക് ഓടാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഭൂമിയും ഈ സമുദ്രവും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. സമുദ്രത്തിലൂടെ വാഹനങ്ങൾ ഓടുന്നു. അത്ഭുതമാണതൊക്കെ. ആ സംഭവം വിശദീകരിച്ചു. വെള്ളത്തിലേക്ക് ഒരു സാധനം വിട്ടാൽ അങ്ങാണ്ട് പോകും. സാധാരണ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ ആ വെള്ളത്തിലിട്ടാൽ അണ്ടുപോകാത്ത രീതിയിലുള്ള വസ്തുക്കളെ ഈ ലോകത്ത് ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ നിർമ്മിക്കാൻ പറ്റും. എന്തിന്? കപ്പലിൽ കടലിലൂടെ സമുദ്രത്തിലൂടെ യാത്ര തുടങ്ങാൻ. ഈ സൗകര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ആദരിച്ച മനസ്സതമ്പുരാൻ ഈ ലോകത്തുള്ള അടിമകളെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ അടിമകളുണ്ടാവുന്ന മലായിക്കത്തിനോട് ആദം നബി അലൈഹി സ്വലാമിനെ സുജൂദ് ചെയ്തിട്ട് ബഹുമാനിക്കണമെന്ന് കൽപ്പിച്ചു. നമ്മളൊക്കെ ഉസ്താദന്മാർ വരുമ്പോൾ എഴുന്നേറ്റ് ബഹുമാനിക്കും, അല്ലെങ്കിൽ മുസാഫഹത്തിന് ബഹുമാനിക്കും, ആരെങ്കിലും ബഹുമാനിക്കും. മലായിക്കത്തിനോട് അല്ലാഹു പറഞ്ഞതൊന്നും പോരാ. സുജൂദ് ചെയ്തിട്ട് ആദം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിക്കണമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിക്കണം, അർഹമുർ-റഹീമായ റബ്ബിന് നമ്മളോടുള്ള സ്നേഹം എത്രയാണെന്ന്. അല്ലാഹുവിന് മാത്രമാണ് ഈ സുജൂദ്. വേറെ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. ചിലപ്പോൾ ഇസ്ലാമെന്ന് പുറത്തു പോകാനും അത് കാരണമായി തീരും. അതേ സമയത്ത് ഒരു മലായിക്കത്തിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം ഒഴിഞ്ഞു പോകാതെ ഈ മലായിക്കത്തിനെ കൊണ്ട് മുഴുവനും ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്ത് ബഹുമാനിച്ച് മനുഷ്യന്റെ പവർ അല്ലാഹു തആല ഉയർത്തിപ്പിടിച്ചു. സ്ഥാനം അല്ലാഹു തആല ഉയർത്തിപ്പിടിച്ചു. ഇതാണ് അല്ലാഹു വഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തോ ഒരു ക്രൂരൻ, അല്ലെങ്കിൽ ആളുകളൊക്കെ പിടിച്ച് നരകത്തിൽ കൊണ്ടുപോയിരുന്ന ഒരാള്, അല്ലെങ്കിൽ മനുഷ്യർക്ക് രോഗം നൽകുന്ന, ദാരിദ്ര്യം നൽകുന്ന, പ്രയാസങ്ങൾ നൽകുന്ന ഒരു സൃഷ്ടാവ് ഇല്ല. അല്ലാഹു തആല നമ്മളോട് വലിയ സ്നേഹമുള്ളവനാണ്. ലോകത്ത് ഒരുപാട് ജീവികളുണ്ടെങ്കിലും സൃഷ്ടികളുണ്ടെങ്കിലും ആ മാനവ സമൂഹത്തിന് ബഹുമാനിച്ചതുപോലെ അല്ലാഹു തആല ഒന്നിനെയും ബഹുമാനിച്ചിട്ടില്ല. വഫളലഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. പലതിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം നൽകിയിട്ടുള്ളത്, പവർ നൽകിയിട്ടുള്ളത് മനുഷ്യരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ചിന്തിക്കണം, ഇത്രയും നമ്മളെ സ്നേഹിച്ച, ലോകം മുഴുവനും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ച, നമ്മളെ ബഹുമാനിക്കാൻ ഇതര വിഭാഗത്തിനോട് കൽപ്പിച്ച, ഇതര വിഭാഗത്തിന് കൊടുത്ത്